Dear students, in this video we are going to discuss about the construction of pi molecular orbital. In the last class we studied about how to construct hybridized orbitals using group theoretical method. In this video we will discuss about how to construct pi molecular orbital using group theoretical method. For this purpose, we are taking the example of cyclopropyl cation C3H3 plus. So when you studied aromatic properties, you know that this is an aromatic compound which obey Huckel 4n plus 2 rule. So the structure of this molecule can be drawn like this. So cyclopropyl cation is an aromatic compound according to Huckel 4n plus 2 rule. So this is what cyclopropenyl cation. Okay. So as you know, this is a aromatic compound according to Huckel 4n plus 2 rule. Huckel 4n plus 2 rule നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതിൻ്റെ കുറച്ച് റൂൾസും നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു പൈ മോളിക്കുലാർ ഓർബിറ്റൽ സിസ്റ്റം എങ്ങനെയാണ് ഫോം ചെയ്യുക എന്നുള്ളതൊക്കെ അതിൽ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് നമുക്ക് ആ പൈ മോളിക്കുലാർ ഓർബിറ്റൽസിനെ കൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. So here we have p orbitals on each carbon atom. So that p orbital can be represented as p1, p2, p3. So this p orbital undergo overlapping or delocalization, which leads to aromatic property, and how these pi molecular orbitals are formed. First step is to find out the point group of this molecule. So we find out the point group of this molecule, that is cyclopropyl cation is D3H. So that is the point group. And what is the second step? Second step is to find out the reducible representation by using this formula. നമ്മൾ ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ എങ്ങനെയാണോ കൺസ്ട്രക്ട് ചെയ്തത് അതുപോലെ തന്നെയാണ് നമ്മൾ പൈ മോളിക്കുലാർ ഓർബിറ്റൽസും കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്തത് പോയിന്റ് ഗ്രൂപ്പ് ഏതാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തു. രണ്ടാമത് എന്ത് ചെയ്യണം? reducible representation find out ചെയ്യണം. So for that we are using this equation. എന്തായിരുന്നു equation? Number of orbital which do not change the position and direction minus number of orbital which do not change the position but simply reverse the direction. അപ്പോൾ എന്താണ്? Number of orbital do not change the position ആൻഡ് ഡയറക്ഷൻ. അപ്പോൾ അതായത് ഓരോ സിമെട്രി ഓപ്പറേഷൻ നടക്കുമ്പോഴും പൊസിഷനോ ഡയറക്ഷനോ ചേഞ്ച് ചെയ്യാൻ പാടില്ല. മൈനസ് നമ്പർ ഓഫ് ഓർബിറ്റൽ ഡു നോട്ട് ചേഞ്ച് ദ പൊസിഷൻ മാറുന്നില്ല, പക്ഷെ എന്ത് ചെയ്യും? ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യും. ഓക്കെ. അപ്പോൾ നമ്മൾ ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ കൺസ്ട്രക്ട് ചെയ്തപ്പോൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്തതായിരുന്നു. ദെൻ ഇവിടെ നമ്മൾ പി ഓർബിറ്റൽസ് ആണ്, അവിടെ നമ്മൾ ഹൈബ്രിഡ് ഓർബിറ്റൽസ് അല്ലാന്നുണ്ടെങ്കിൽ സിഗ്മ ബോൺസുകളാണ് നമ്മൾ കൺസിഡർ ചെയ്തത് ഇൻ ഓർഡർ ടു പ്രിപ്പയർ ഇറെഡ്യൂസിബിൾ റെപ്രസെൻറ്റേഷൻ, ഇൻ ഓർഡർ ടു കൺസ്ട്രക്ട് ദ ഇറെഡ്യൂസിബിൾ റെപ്രസെൻറ്റേഷൻ. ഹിയർ വി ആർ യൂസിങ് പി ഓർബിറ്റൽ. ഇപ്പോൾ സൈക്ലോപ്രോപ്പൈൽ കാറ്റോൺ എന്ന് പറയുമ്പോൾ 3 കാർബണാറ്റ് ആണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ 3 പി ഓർബിറ്റൽസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ പി ഓർബിറ്റൽസ് ആണ് നമ്മളിവിടെ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ആൻഡ് വി ആർ doing all the symmetry operation in D3H പോയിന്റ് ഗ്രൂപ്പ്. അപ്പോൾ D3H പോയിന്റ് ഗ്രൂപ്പിലുള്ള എല്ലാ സിമെട്രി ഓപ്പറേഷൻസും നമ്മൾ നിരത്തി എഴുതുക. ഏതൊക്കെയാണ് സിമെട്രി ഓപ്പറേഷൻ? E 2C3 3C2 sigma H 2S3 and 3 sigma V. And we are doing the symmetry operation. So first step നമ്മൾ ഐഡന്റിറ്റി ഓപ്പറേഷൻ ആണ് നടത്തുന്നത്. അപ്പോൾ ഐഡന്റിറ്റി ഓപ്പറേഷൻ നടത്തുമ്പോൾ നമുക്കറിയാം അവിടെ 3 പി ഓർബിറ്റലിനും പൊസിഷനോ ഡയറക്ഷനോ ചേഞ്ച് ചെയ്യില്ല. സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു 3. So we get the value as 3. Then we are doing the C3 operation. C3 operation എന്ന് വെച്ചാൽ സെൻട്രിക്കോടെ ഒരു ആക്സിസിലാണ് നമ്മൾ റൊട്ടേഷൻ നടത്തുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? സോ എല്ലാ ഓർബിറ്റലുകളും, അതായത് എല്ലാ പി ഓർബിറ്റലുകളുടെയും പൊസിഷനും ഡയറക്ഷനും ചേഞ്ച് ചെയ്യും. സോ നമ്പർ ഓഫ് ഓർബിറ്റൽ ഡു നോട്ട് ചേഞ്ച് എന്നാണ്. അപ്പോൾ ഇവിടെ എന്താണ്? എല്ലാ ഓർബിറ്റലുകളുടെയും പൊസിഷനും ഡയറക്ഷനും ചേഞ്ച് ചെയ്യും. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? 0. Then minus number of orbital which do not change the position but simply reverse the direction. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? -0. അപ്പോൾ കാരണം എല്ലാത്തിൻ്റെയും പൊസിഷനും ഡയറക്ഷനും ചേഞ്ച് ചെയ്തു. അപ്പോൾ എന്ത് കിട്ടി? നമുക്ക് 0 എന്ന് കിട്ടി. Then we are doing C2 operation. അപ്പോൾ C2 operation എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
മൂന്ന് C2 ആക്സസുകളാണ് നമുക്കുള്ളത്. ഒന്ന് ഫസ്റ്റ് കാർബണിൽ കൂടെ കടന്നു പോകുന്നത്, സെക്കൻഡ് കാർബണിൽ കൂടെ, മൂന്നാമത്തെ കാർബണിൽ കൂടെ. അപ്പോൾ ഈ ഓരോ കാർബണിലും നിങ്ങൾ എപ്പോഴും ആലോചിക്കണം പി ഓർബിറ്റിൽ എവിടെയാണ് നിൽക്കുന്നത്, പ്ലെയിൻ. കാർബൺ ഏത് പ്ലെയിൻ ആണോ അതിന്റെ പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ് എന്തുണ്ടായിരിക്കുക, പി ഓർബിറ്റൽസ് ഉണ്ടായിരിക്കുക. സോ ഐ എം ഡൂയിങ് എന്താണ്, നമ്മുടെ C2 ആക്സിസ് ആണ്. അപ്പോൾ C1 ഇതാണ് കാർബൺ, ഈ ആക്സിസിൽ കൂടെയാണ് നമ്മൾ ഓപ്പറേഷൻ നടത്താൻ പോകുന്നത്. സോ ഹിയർ ഡൂയിങ് ദ ഓപ്പറേഷൻ നടത്തും. C2 ആക്സിസിൽ കൂടെ ഓപ്പറേഷൻ നടത്തും. അപ്പോൾ എന്ത് സംഭവിക്കും, C2 ആക്സിസിൽ കൂടെ ഓപ്പറേഷൻ നടത്തുമ്പോൾ നമ്പർ ഓഫ് ഓർബിറ്റ് ഡു നോട്ട് ചേഞ്ച് ദ പൊസിഷൻ ആൻഡ് ഡയറക്ഷൻ. ആരുമില്ല, എല്ലാവരുടെയും എന്താണ് സംഭവിക്കുക, പൊസിഷനും ഡയറക്ഷനും ചേഞ്ച് ചെയ്യും. എല്ലാവരുടെയും അല്ല, ഈ അതായത് P2 P3യുടെ പൊസിഷനും ഡയറക്ഷനും ചേഞ്ച് ചെയ്യും. പക്ഷേ P1ന്റെ പൊസിഷൻ മാറുമോ, ഇല്ല. കാരണം ആക്സിസ് കടന്നു പോകുന്നത് C1 കൂടെയാണ്. C1 പെർപെൻഡിക്കുലറിലായിട്ടാണ് P1 നിൽക്കുന്നത്. പക്ഷേ ഇപ്പൊ C1ന് പെർപെൻഡിക്കുലർ ആയിട്ട് P1 നിൽക്കുന്നതുകൊണ്ട് എന്ത് സംഭവിക്കും, നമ്മൾ 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇതിന്റെ ഡയറക്ഷൻ മാറും. ഇപ്പൊ നമുക്കറിയാം പി ഓർബിറ്റലിൽ നമ്മൾ പ്ലസ് മൈനസ് എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. അപ്പോൾ 120 റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, മൈനസ് എന്തായിട്ട് മാറും, മൈനസ് പ്ലസ് ആയിട്ട് മാറും, പ്ലസ് മൈനസ് ആയിട്ടും മാറും. അതായത് അതിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും. അപ്പോൾ നമ്പർ ഓഫ് ഓർബിറ്റ് ഡു നോട്ട് ചേഞ്ച് പൊസിഷൻ ആൻഡ് ഡയറക്ഷൻ. അതായത് ഡു നോട്ട് ചേഞ്ച്, അവിടെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ P2ന്റെയും P3യുടെയും പൊസിഷനും ഡയറക്ഷനും ചേഞ്ച് ചെയ്തു. ആ സ്ഥാനത്ത് P1ന്റെ എന്ത് ചേഞ്ച് ചെയ്തു, ഡയറക്ഷൻ ചേഞ്ച് ചെയ്തു, പക്ഷെ പൊസിഷൻ ചേഞ്ച് ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആദ്യം 0 എന്ന് എഴുതാം. മൈനസ് നമ്പർ ഓഫ് ഓർബിറ്റൽ വിച്ച് ഡു നോട്ട് ചേഞ്ച് ദ പൊസിഷൻ ബട്ട് സിംപ്ലി റിവേഴ്സ് ദ ഡയറക്ഷൻ. പൊസിഷൻ മാറിയില്ല, അപ്പൊ അതേതാണ് -1. അപ്പൊ അങ്ങനെയാണ് നമുക്ക് ഇവിടെ എന്ത് കിട്ടിയത്, -1 കിട്ടിയത്. ഇനി ഇതുപോലെ തന്നെ സിഗ്മ എച്ച് പ്ലെയിൻ ഇമാജിൻ ചെയ്യുക, എവിടെയാണ് കിടക്കേണ്ടത്, വിച്ച് ഇസ് പെർപെൻഡിക്കുലർ ടു ദ പ്രിൻസിപ്പൽ ആക്സസ്. പ്രിൻസിപ്പൽ ആക്സസ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ സെൻട്രിൽ കൂടെ കടന്നു പോകുന്നത്. അപ്പൊ അതിന് പെർപെൻഡിക്കുലർ, അതായത് മോളിക്കുലാർ പ്ലെയിൻ ആണ് ആക്ച്വലി എന്തെന്ന് പറയുന്നത്, സിഗ്മ എച്ച് പ്ലെയിൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ സിഗ്മ എച്ച് പ്ലെയിനിൽ കൂടെ നമ്മൾ നടത്തിയാൽ നിങ്ങൾ ആലോചിക്കണം, കാർബൺ എന്ന് പറയുന്നത് മോളിക്കുലാർ പ്ലെയിനിൽ കിടക്കുന്നത്, അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ആര് നിൽക്കുന്നത്, ഓർബിറ്റൽസ് നിൽക്കുന്നത്. അപ്പൊ നമ്മൾ അതിന്റെ സെൻട്രിൽ കൂടെ ഒരു മിറർ കടത്തി വിട്ടാൽ എന്ത് സംഭവിക്കും, അവിടെ എല്ലാവരുടെയും ഡയറക്ഷൻ മാറും. സോ -0 പൊസിഷൻ ചേഞ്ച് ചെയ്യില്ല, പക്ഷെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യും. അതായത് പ്ലസ് മൈനസ് ആയിട്ട് കാണാം, മൈനസ് പ്ലസ് ആയിട്ട് കാണാം. സോ -3. സോ വി ഹാവ് ദ വാല്യൂ -3. ദെൻ S3 എന്ന് പറയുമ്പോൾ C3 ഫോളോഡ് ബൈ എന്താണ്, C3 നടത്തി കഴിയുമ്പോൾ 0 ആയിട്ട് മാറും. ദെൻ സിഗ്മ V എന്ന് പറയുന്നത് C1 കൂടെ കടന്നു പോകുന്നതാണ്. C1 കൂടെ കടന്നു പോകുന്നതാവുമ്പോൾ അതിന്റെ പൊസിഷനും ഡയറക്ഷനും മാറില്ല, മോളിക്കുലാർ പ്ലെയിൻ ആണ്, ആലോചിക്കണം. അപ്പൊ എന്താണ്, സോ വി ഹാവ് 1 - 0. സോ വി ഗെറ്റ് ദ വാല്യൂ as 1. അപ്പൊ ഇതാണ് നമ്മുടെ റെഡ്യൂസിബിൾ റെപ്രസെന്റേഷൻ ബൈ കൺസിഡറിംഗ് ദ p ഓർബിറ്റൽസ്. ക്യാരക്ടർ കറസ്പോണ്ടിങ് ടു റെഡ്യൂസിബിൾ റെപ്രസെന്റേഷൻ ബൈ കൺസിഡറിംഗ് ദ p ഓർബിറ്റൽ ആസ് 1 3 0 -1 -3 0 1 കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ, ബൈ യൂസിങ് ദ റിഡക്ഷൻ ഫോർമുല വി ആർ കാൽക്കുലേറ്റിംഗ് ദ നമ്പർ ഓഫ് ഇറഡ്യൂസിബിൾ റെപ്രസെന്റേഷൻ. അതിന് എന്ത് വേണം, നമുക്ക് ക്യാരക്ടർ ടേബിൾ വേണം. അപ്പൊ D3Hന്റെ ക്യാരക്ടർ ടേബിൾ എഴുതുന്നു. A1 ഡാഷ് A2 ഡാഷ് E ഡാഷ് A1 ഡബിൾ ഡാഷ് A2 ഡബിൾ ഡാഷ് E ഡബിൾ ഡാഷ്. അതായത് ഈ സിംഗിൾ പ്രൈമും ഡബിൾ പ്രൈമും ഒക്കെ ബേസ് ചെയ്യേണ്ടത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്, ദാറ്റ് ഇസ് ബേസ്ഡ് ഓൺ സിഗ്മ എച്ച്. ഇതൊക്കെ നമ്മൾ മുള്ളിക്കൻ സിമ്പലിൽ കണ്ടതാണ്. അപ്പൊ നമ്മൾ A1 ഡാഷ് എടുത്തു, റിഡക്ഷൻ ഫോർമുല അപ്ലൈ ചെയ്തു. എന്തായിരുന്നു റിഡക്ഷൻ ഫോർമുല, 1 ഡിവൈഡഡ് ബൈ H സിഗ്മ ക്യാരക്ടർ ഓഫ് G ഉണ്ടെന്നുണ്ടെങ്കിൽ G ദാറ്റ് ഈസ് ദ നമ്പർ ബിഫോർ ദ എന്താണ്, അല്ലെങ്കിൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ പെർട്ടിക്കുലർ ക്ലാസ്. ക്യാരക്ടർ ഓഫ് റെഡ്യൂസിബിൾ റെപ്രസെന്റേഷൻ ഇൻ ക്യാരക്ടർ ഓഫ് ഇറഡ്യൂസിബിൾ റെപ്രസെന്റേഷൻ. ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യും. അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂസ് എന്ന് പറയുന്നത് A1 ഡാഷ് A1 പ്രൈം ഈസ് ഈക്വൽ ടു 0 ആണ്, A2 പ്രൈം ഈസ് അഗെയിൻ ഈക്വൽ ടു 0, E പ്രൈം ഈസ് അഗെയിൻ ഈക്വൽ ടു 0, A2 ഡബിൾ പ്രൈം ഈസ് ഈക്വൽ ടു 0, A2 single prime equal to 0, A2 double prime equal to 1, and E double prime equal to 1. So what is the meaning of this one? That means the pi molecular orbital is formed by the overlap of this p orbital. P orbital is having the symmetry A2 double prime and E double prime.
ഓക്കെ, അപ്പോൾ ഏതൊക്കെ പി ഓർബിറ്റൽസ് ആണോ പൈമോളിക്കുലാർ ഓർബിറ്റൽ ഫോം ചെയ്യണതിൽ ഇൻക്ലൂഡഡ് ആവണത് അവരുടെ സിമെട്രി നമുക്കിപ്പോൾ കിട്ടിയ ഏതൊക്കെയാണ് A2 ഡബിൾ പ്രൈമും E ഡബിൾ പ്രൈമും. ഇനി എന്ത് വേണം? സോ ഇനി നമുക്ക് പൈമോളിക്കുലാർ ഓർബിറ്റൽസ് കൺസ്ട്രക്ട് ചെയ്യണം. ദാറ്റ് ഇസ് സിമെട്രി അഡാപ്റ്റഡ് ലീനിയർ കോമ്പിനേഷൻ. Pimolecular orbitals are formed by symmetry adapted linear combination. Symmetry ആണെന്ന് നമുക്ക് മനസ്സിലായി. പക്ഷേ എന്താ സിമെട്രി അഡാപ്റ്റഡ് ലീനിയർ കോമ്പിനേഷനിൽ കൂടെ വരുന്ന മോളിക്കുലാർ ഓർബിറ്റൽസ് ഏതാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമ്മളൊരു ടൂൾ യൂസ് ചെയ്യും. എന്താണ് ആ ടൂള്? പ്രൊജക്ഷൻ ഓപ്പറേറ്റർ. പ്രൊജക്ഷൻ ഓപ്പറേറ്റർ നമ്മൾ ഇതിനു മുമ്പ് കണ്ടതാണ്. P is the projection operator is given as Li by H sigma, character of reducible representation. Character of ith irreducible representation and an operator on a particular എലമെന്റ്, നോട്ട് എലമെന്റ് ഏതാണോ നമ്മൾ കൺസിഡർ ചെയ്യണത് അത്. ഇപ്പൊ ഇവിടെ നമ്മൾ പി ഓർബിറ്റൽസുകളാണ് കൺസിഡർ ചെയ്യണത്. നമ്മൾ ഹൈബ്രിഡ് ഓർബിറ്റൽസിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ സിഗ്മ ബോൺസുകളായിരുന്നു കൺസിഡർ ചെയ്യണത്. അപ്പൊ ഇവിടെ ആ കൂടി രണ്ട് സിമെട്രി മാത്രമേ നമുക്ക് കൺസിഡർ ചെയ്യണ്ടൂ, A2 ഡബിൾ പ്രൈമും E ഡബിൾ പ്രൈമും. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്താ? പ്രൊജക്ഷൻ ഓപ്പറേറ്റർ നമുക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് ഈ ഭാഗം കണ്ടുപിടിക്കണം. അതായത് വി ആർ ഡൂയിങ് ദ ഓപ്പറേഷൻ ഓൺ എ പെർട്ടിക്കുലർ പി ഓർബിറ്റൽ. അപ്പൊ ഞാനിവിടെ എടുത്തിരിക്കണോ ഐ എം ഡൂയിങ് ദ ഓപ്പറേഷൻ, ദാറ്റ് ഈസ് ദ ഓപ്പറേഷൻ. ഏതാണ് ഈ ഓപ്പറേഷൻ എന്ന് പറയുന്നത്? D3H എല്ലാ സിമെട്രി ഓപ്പറേഷൻസും ഓൺ ദ P1 ഓർബിറ്റലും ഞാൻ വർക്ക്ഔട്ട് ചെയ്ത് നോക്കാൻ പോവാണ്. അപ്പൊ ശ്രദ്ധിച്ച് നോക്കുക. സോ ഫസ്റ്റ് ഐ എം ഡൂയിങ് ദ ഐഡന്റിറ്റി ഓപ്പറേഷൻ. ഐഡന്റിറ്റി ഓപ്പറേഷൻ നടത്തി എന്താ? P1 അതുപോലെ തന്നെ നിൽക്കും, വ്യത്യാസമൊന്നും വരില്ല. ദെൻ ഐ എം ഡൂയിങ് C3 ഓപ്പറേഷൻ. C3 ഓപ്പറേഷൻ നടത്തിയാൽ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഞാൻ ഓപ്പറേഷൻ നടത്തുന്നത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ചെയ്ത് നോക്കാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പൊ P1 ഏതിന്റെ പൊസിഷനിലോട്ട് പോകും? P2ന്റെ പൊസിഷനിലോട്ട് വരും. ദെൻ ഇനി C3 ഡബിൾ ഡാഷ് നടത്തിയാൽ വാട്ട് ഹാപ്പൻസ് ടു P1? അത് ശ്രദ്ധിക്കണം. ബാക്കിയുള്ളവരുടെ കാര്യമൊന്നും നമുക്കിപ്പോൾ നോക്കണ്ട, കാരണം P1ലാണ് നമ്മൾ ഓപ്പറേഷൻ നടത്തുന്നത്. അപ്പം C3 2 ടൈംസ്. അപ്പോൾ P1 എവിടെ വരും? ആദ്യം P2ൽ വരും, അതിനുശേഷം P3ൽ വരും. അപ്പോൾ നമുക്ക് എവിടെ നിന്ന് എഴുതാം? P3 എന്ന് എഴുതാം. ഇനി C2 3 C2 ആണുള്ളത്. അപ്പോൾ C21 C22 C23 ആണ്. ഓക്കെ, അപ്പോൾ C21 എന്ന് പറഞ്ഞാൽ P1ൽ കൂടെ കടന്നു പോണ ഓർബിറ്റിലാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം പൊസിഷൻ മാറുന്നില്ല, എന്നാൽ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്താൽ നമ്മൾ നെഗറ്റീവ് സൈൻ കൊടുക്കും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു C2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കാർബണിൽ കൂടെ കടന്നു പോണ ആക്സിസ് ആണ്, വിച്ച് ഇസ് പെർപെൻഡിക്കുലർ ടു ദിസ് പി ഓർബിറ്റൽ. കാരണം പി ഓർബിറ്റൽ നിൽക്കുന്നത് എവിടെയാണ്? കാർബണിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ്. അപ്പൊ ഞാൻ C2 ഓപ്പറേഷൻ നടത്തിയാൽ, അതായത് ഈ കാർബണിലൂടെയാണ് ഞാൻ C2 ആക്സിസ് പോണത്. ആ C2ൽ നമ്മൾ ഓപ്പറേഷൻ നടത്തിയാൽ എന്ത് സംഭവിക്കും? P1ന്റെ പൊസിഷൻ മാറില്ല, പക്ഷെ എന്ത് സംഭവിക്കും? ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് നമ്മളിവിടെ എന്ത് ചെയ്തത്? -P1. ഓക്കെ, ഇനി P2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ C2 2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ആക്സിസ്, C2 ആക്സിസ് വിച്ച് ഈസ് പാസിംഗ് ത്രൂ ദ സെക്കൻഡ് കാർബൺ. അപ്പൊ ഞാനിവിടെ C2 ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞാൽ P1 എവിടേക്ക് പോകും? P1 ഓട്ടോമാറ്റിക്കലി ഏത് പൊസിഷനിലോട്ട് വരും? P3 പൊസിഷനിലോട്ട് വരും. P3 പൊസിഷനിലോട്ട് വരും. മാത്രമല്ല എന്ത് മാറും ചെയ്യും? ഡയറക്ഷൻ മാറും ചെയ്യും. അപ്പൊ അതുകൊണ്ട് -P3. ഓക്കെ, ഇനി ഞാൻ P3 അതായത് C2 ഡബിൾ പ്രൈം, അതായത് C2 ട്രിപ്പിൾ, അതായത് മൂന്നാമത്തെ C2 ആക്സസ് എന്ന് പറയുന്നത് ഏതാണ്? മൂന്നാമത്തെ കാർബണിൽ കൂടെ കടന്നു പോണ ആക്സസ് ആണ്. അപ്പൊ ഇതിൽ ഞാൻ റൊട്ടേഷൻ നടത്തിയാൽ P1 എവിടേക്ക് വരും? P2ന്റെ പൊസിഷനിലോട്ട് വരും. എന്ത് മാറും? സൈൻ ചേഞ്ച് ചെയ്യും, ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യും. ഓക്കെ, ദെൻ സിഗ്മ എച്ച് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് മോളിക്കുലാർ പ്ലെയിൻ ആണ്. P1ന്റെ പൊസിഷൻ മാറില്ല, പക്ഷെ ഡയറക്ഷൻ മാറും. അപ്പം -P1. ഇനി S31 ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞാൽ, അതായത് ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞാൽ എന്താണ്? അതായത് നമ്മൾ ഈ മെയിൻ ആക്സിസിൽ കൂടെ റൊട്ടേഷൻ നടത്തുന്നു, വിച്ച് ഇസ് ഫോളോഡ് ബൈ റിഫ്ലക്ഷൻ. വി ഹാവ് -P2. ദെൻ S32 നടത്തിയ -P3. ദെൻ സിഗ്മ V1 ആണെങ്കിൽ P1. കാരണം അത് എന്താണ്? വിച്ച് ഇസ് ഇൻ ദ സെയിം പ്ലെയിൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഡയറക്ഷൻ ഒന്നും മാറണില്ല, സെയിം പൊസിഷനിൽ തന്നെ നിന്നോളും. സിഗ്മ 2 എന്ന് പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴും ആലോചിക്കണം, ദാറ്റ് ഈസ് ദ മിറർ പ്ലെയിൻ വിച്ച് ഇസ് പാസിംഗ് ത്രൂ ദ സെക്കൻഡ് കാർബൺ. സോ അതുകൊണ്ട് തന്നെ P1 ഏത് പൊസിഷനിലോട്ട് പോകും? P1 ഇതിന്റെ ഡയറക്ഷൻ അനുസരിച്ച് P1 കംസ് ടു ദ P2 പൊസിഷൻ ആൻഡ് അഗെയിൻ സിഗ്മ 3 നടത്തി കഴിഞ്ഞാൽ P1 കംസ് ടു ദ P3 പൊസിഷൻ. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്കിപ്പോ എന്ത് കിട്ടിയത്? വി ആർ ഡൂയിങ് ദ ഓപ്പറേഷൻ ഓൺ ദ P1, ദാറ്റ് ഈസ് ദ ഫസ്റ്റ് P ഓർബിറ്റൽ.
ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? നമുക്ക് അതിന്റെ ക്യാരക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഏതിന്റെ ക്യാരക്ടർ? ഏതൊക്കെ സിമെട്രി ആണോ നമ്മൾ റെഡ്യൂസ് ചെയ്തെടുത്തത് അതിന്റെ ക്യാരക്ടർ ഉണ്ട്. അതായത് A211 ഇത് ക്യാരക്ടർ ടേബിളിൽ നിന്ന് എടുക്കുന്നതാണ്. A2 ഡബിൾ പ്രൈമിന്റെ ക്യാരക്ടേഴ്സ് ആണ് ഞാൻ ഈ നിരത്തി എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ എന്താ പറയാ E ഡബിൾ പ്രൈമിന്റെ ക്യാരക്ടേഴ്സ് ആണ് ഞാൻ ഈ ക്യാരക്ടർ ടേബിളിൽ നിന്ന് എടുത്ത് എഴുതിയിരിക്കുന്നത്. അപ്പം നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? A2 ഡബിൾ പ്രൈം കണ്ടുപിടിക്കാനായിട്ട് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് 1 ഇൻറ്റു P1, 1 ഇൻറ്റു P2, 1 ഇൻറ്റു P3, -1 ഇൻറ്റു -P1, -1 ഇൻറ്റു -P3, -1 ഇൻറ്റു -P2. അങ്ങനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി കഴിയുമ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും? 1/12 ഇൻറ്റു 4 ഇൻറ്റു, അതായത് 4 ടൈംസ് വരും. നിങ്ങൾ നോക്കിയാൽ കാണാം P1, 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 P1. ഇപ്പോൾ 4 ടൈംസ് വരും. അപ്പോൾ 1/12 ഇൻറ്റു, so we have 1/12 ഇൻറ്റു 4 ഇൻറ്റു P1 പ്ലസ് P2 ഇൻറ്റു P3. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്ത് പോകും. സോ ആക്ച്വലി വി ഹാവ് 1/3 P1 പ്ലസ് P2 പ്ലസ് P3 എന്നാണ് കിട്ടുക. നമുക്കറിയാം എന്ത് ചെയ്യണം? ഇത് നമ്മൾ ഒമിറ്റ് ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും? നോർമലൈസ് ചെയ്യും. നോർമലൈസേഷൻ കണ്ടീഷൻ അപ്ലൈ ചെയ്യും. അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വി ഗെറ്റ് ദ ഫസ്റ്റ് പൈ മോളിക്കുലാർ ഓർബിറ്റൽ. അതായത് π1 ഈസ് ഈക്വൽ ടു എന്താണ്? എങ്ങനെ നോർമലൈസ് ചെയ്യാന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതാണ്. ഇനി അതിന്റെ എല്ലാ സ്റ്റെപ്പും എഴുതാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സിമ്പിളി ചെയ്യേണ്ടത് ഇതിന്റെ സ്റ്റോഷിയോമെട്രി എടുക്കുക, ആഡ് ചെയ്യുക. 1² പ്ലസ് 1² പ്ലസ് 1², അപ്പോൾ 3² എന്ന് കിട്ടും. സോ വി ഹാവ് 1/√3 ഇൻറ്റു P1 പ്ലസ് P2 പ്ലസ് P3. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു പൈ മോളിക്കുലാർ ഓർബിറ്റിൽ കിട്ടി. ഇനി അടുത്ത പൈ മോളിക്കുലാർ ഓർബിറ്റിൽ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഓൾറെഡി നമ്മൾ പ്രൊജക്ഷൻ ഓപ്പറേറ്റർ നടത്തി വെച്ചിട്ടുണ്ട്. അതിനെ E ഡബിൾ പ്രൈമിന്റെ വാല്യൂസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടുന്ന വാല്യൂ ഇതാണ്. സോ വി ഹാവ് 2P1 മൈനസ് P2 മൈനസ് P3. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കണ്ടതാണ്. ഇതെന്താണ്? 2 ഡൈമെൻഷണൽ ആണ്. 2 ഡൈമെൻഷണൽ എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇറ്റ് ഈസ് എ ഡീജനറേറ്റ് ഫോം. അപ്പൊ ഇങ്ങോരുടെ കൂടെ, അതായത് ഇതിന്റെ കൂടെ വേറൊരാളും കൂടി ഉണ്ട്. അപ്പൊ അതിനെ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം. എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ എന്ത് വേണമെന്നാണ് പറഞ്ഞത്? നമ്മൾ ഹൈബ്രിഡ് ഓർബിറ്റൽസിന്റെ കേസിൽ പഠിച്ചതാണ്. ഏതെങ്കിലും ഒരു ഓപ്പറേഷൻ കൊണ്ട് അതിനെ ഓപ്പറേഷൻ നടത്താം. സോ വി ആർ ഡൂയിങ് ദ C3 ഓപ്പറേഷൻ ഹിയർ. ആ സെലക്ട് ചെയ്യണ ഓപ്പറേഷന് പ്രത്യേകത ഉണ്ടായിരിക്കണം. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സിംപ്ലി പ്ലസോ മൈനസോ ആവല്ല വേണ്ടത്, പകരം ചേഞ്ച് ചെയ്തിട്ടുള്ള വാല്യൂസ് നമുക്ക് വേണം. അതുപോലെ തന്നെ ഓർത്തോഗണൽ കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യും വേണം എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതെല്ലാം ഫുൾഫിൽ ചെയ്യണ ഓപ്പറേഷൻ എന്ന് പറയുന്നത് C3 ഓപ്പറേഷൻ ആണ്. സോ ഹിയർ വി ആർ ഡൂയിങ് ദ C3 ഓപ്പറേഷൻ ഓൺ 2P1 മൈനസ് P2 പ്ലസ് P3. നമ്മൾ ഓപ്പറേഷൻ നടത്തി കഴിയുമ്പോൾ നമുക്ക് കിട്ടും, അതായത് P1 ഓപ്പറേഷൻ നടത്തി C3 ഓപ്പറേഷൻ നടത്തിയാൽ അത് P2 ആയിട്ട് മാറും. P2 ഓപ്പറേഷൻ നടത്തിയാൽ P3 ആവും. P3 ഓപ്പറേഷൻ നടത്തിയാൽ P1 ആവും. then അതിനെ നമ്മൾ അറേഞ്ച് ചെയ്ത് എഴുതുന്നു. ആൻഡ് ഇറ്റ് ഈസ് മൾട്ടിപ്ലൈഡ് വിത്ത് നെഗറ്റീവ് in order to satisfy the orthogonality condition. So we have 3P1 minus 3P2. Then 3 നെ നമ്മൾ അതിൽ നിന്ന് പുറത്തെടുക്കുന്നു. നോർമലൈസേഷൻ കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്നു. നോർമലൈസേഷൻ കണ്ടീഷൻ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എന്തെന്ന് കിട്ടും? സോ ദിസ് ഇസ് π3. π2 ഞാൻ പറഞ്ഞില്ല അല്ലേ? അപ്പൊ ഇതാണ് π2 എന്ന് പറയുന്നത്, അതായത് സെക്കൻഡ് പൈ മോളിക്കുലാർ ഓർബിറ്റൽ. അപ്പൊ ഇതിനെ നോർമലൈസ് ചെയ്യണം. നോർമലൈസ് ചെയ്യുമ്പോൾ എന്താ പറയുന്നത്? 2² പ്ലസ് 1² പ്ലസ് 1². അപ്പൊ 4, 5, 6. അപ്പൊ എന്തെന്ന് എഴുതാം? 1/√6 2P1 മൈനസ് P2 മൈനസ് P3. തേർഡ് വൺ നമുക്ക് എന്ത് ചെയ്തപ്പോൾ ഇവിടെ എന്താ? 1² പ്ലസ് 1². അപ്പോൾ 1/√2 P1 മൈനസ് P2. അപ്പോൾ നമുക്ക് 3 പൈ മോളിക്കുലാർ ഓർബിറ്റൽസ് കിട്ടി. സോ ഏതൊക്കെയാണ് നമുക്ക് കിട്ടിയ 3 പൈ മോളിക്കുലാർ ഓർബിറ്റൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ π1 ഈസ് 1/√3 P1 പ്ലസ് P2 പ്ലസ് P3. π2 ഈസ് 1/√6 into 2P1 minus P2 minus P3. And the third pi molecular orbital is 1/√2 P1 minus P2. So we can draw this pi molecular orbitals of cyclopropenyl cation. So ഏതാണ് ഫസ്റ്റ് വൺ? π1 എന്താണ്? P1 പ്ലസ് P2 പ്ലസ് P3. അതിൻ്റെ അർത്ഥം എന്താ? പോസിറ്റീവ് സൈൻ എന്ന് വെച്ചാൽ എല്ലാ പ്ലസുകളും ഒരുമിച്ചാണെന്ന് അർത്ഥം. നിങ്ങൾ പെരിസൈക്ലിക് റിയാക്ഷൻസിൽ മോളിക്കുലാർ ഓർബിറ്റൽസ് ഡ്രോ ചെയ്തപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും. സോ ആക്ച്വലി ദ π1, that is the first pi molecular orbital is formed by P1, P2, P3. അതായത് അവിടെ അതിൻ്റെ അർത്ഥം എന്താ? അവിടെ നോഡൽ പ്ലെയിനുകളില്ല. എപ്പോഴാണ് നോഡൽ പ്ലെയിൻ വരിക? പ്ലസ് മൈനസ് അടുത്തടുത്തോട്ട് വരുമ്പോഴാണ് വരിക.
ഓക്കെ, അപ്പൊ സെക്കൻഡ് മോളിക്കുലർ ഓർബിറ്റൽ എങ്ങനെയാണ് ഫോം ചെയ്തിരിക്കുന്നത്? P1 അത് കഴിഞ്ഞിട്ട് -P2 ആണ്. ഓക്കെ, P1 അത് കഴിഞ്ഞിട്ട് -P2 ആണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഇവിടെ പ്ലസും മൈനസ് ആണെങ്കിൽ അവിടെ മൈനസും പ്ലസ് ആയിരിക്കും. ദെൻ വീണ്ടും -P3 ആണ്. അപ്പൊ അതായത് ഈ P2ന്റെയും P3ന്റെയും സിമെട്രി സെയിം ആണെന്നാണ് അർത്ഥം. അപ്പൊ ഇവിടെ ആകെ കൂടി ഡിഫറെന്റ് ആയിട്ടുള്ള ഇതാണ് ഇതിൽ ഒരു നോഡൽ പ്ലെയിൻ ഉണ്ടാവും അല്ലെ. ഇത് പ്ലസും, കാരണം എന്താ? P1 പ്ലസും P2 മൈനസ് ആണ്. ഇപ്പൊ ഒരു നോഡൽ പ്ലെയിൻ ഉണ്ട്. ഇനി പൈ3യുടെ പൈമോളിക്കുലർ ഓർബിറ്റൽസ് നമ്മൾ ഡ്രോ ചെയ്യുമ്പോൾ നമുക്കറിയാം P1 -P2 ആണ്. അതായത് കാർബൺ 1ലും കാർബൺ 2ലുള്ള പി ഓർബിറ്റൽസുകൾ തമ്മിൽ എന്ത് ചെയ്തിട്ടാണ്, ഓവർലാപ്പ് ചെയ്തിട്ടാണ് തേർഡ് പൈമോളിക്കുലർ ഓർബിറ്റൽ ഫോം ചെയ്യണത്. ആൻഡ് ദർ ഇസ് ഡെഫിനറ്റ്ലി എ നോഡൽ പ്ലെയിൻ. ഓക്കെ, so these are the sketches of the 3 pimolecular orbitals in the case of cyclopropenyl cation. So this is the way we can construct the pimolecular orbitals of cyclopropenyl cation using the group theoretical concept, mainly symmetry adapted linear combination and projection operator method.